ഈ സൂറത്ത് ആരെങ്കിലും 100 തവണ പാരായണം ചെയ്യുകയാണെങ്കിൽ ആരാണോ ഓതിയത് അവരുടെ ഹൃദയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്മുൽ ആദം നിക്ഷേപിക്കും. പിന്നെ എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടും എന്നുള്ളതാണ്. ഈ സൂറത്ത് ദരിദ്രനെ ധനികനാക്കും, ആഫത്തുകളെ തടയും, മുസീബത്തുകളെ തടയും, രോഗങ്ങൾക്ക് വലിയ ഹിഫ്ള് ലഭിക്കാൻ കാരണമാകുന്നതാണ്. ഈ സൂറത്ത് ഓതിയിട്ട് എന്ത് ചോദിച്ചാലും അത് നൽകും എന്നുറപ്പുള്ള ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രയാസപ്പെട്ടും വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്നവനെ പോലെയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പവിത്രമേറിയ ഒരു സൂറത്തുണ്ട്. നമ്മൾ പലപ്പോഴും ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞതുമാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സൂറത്തുകളും ആയത്തുകളും ദിക്റുകളും ദുആകളൊക്കെയാണ് നമ്മൾ ഇത്തരം വീഡിയോസുകളിലൂടെ പറയാറുള്ളത്. നമ്മുടെ നിഖില മേഖലകളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇവയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാനും സമാധാനം ലഭിക്കാനും സന്തോഷം ലഭിക്കാനും യഥാർത്ഥത്തിൽ ഇത്തരം സൂറത്തുകളും ആയത്തുകളും ദിക്റുകളും ദുആകളൊക്കെ കാരണമാകുമെന്നുള്ളതാണ്. ഒരാൾ പതിവായിട്ടൊരു ഇസ്മ ചൊല്ലിക്കൊണ്ടിരുന്നു എത്ര, അയാളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നുവൽ എന്തോ ഒരു ഖുദ്റത്ത് കൊണ്ട് അവർക്കതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമായി എന്നുള്ള അനുഭവം പറയുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളുടെ സവിശേഷതയാണ്. ചൊല്ലുന്ന ആൾ എത്രത്തോളം ആത്മാർത്ഥതയിൽ ചൊല്ലുന്നോ ആ ഇസ്മുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവനക്ക് ലഭിക്കുമെന്നുള്ളതാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് കുറേ ആളുകൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. പല ആളുകളെയും നമ്മൾ ഇൻ്റർവ്യൂ എടുത്തു. ഇൻഷാ അല്ലാഹ് ഇനിയും ഇപ്പോൾ വെക്കേഷനൊക്കെ വരികയാണ്. നമ്മുടെ മക്കളെ നല്ല വഴിയിലേക്ക് വഴി നടത്താൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ, നല്ല ചിട്ടയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മെ ഏൽപ്പിക്കാവുന്നതാണ്. 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലുള്ള മക്കളെ ഇൻഷാ അല്ലാഹ് നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ വിദ്യാഭ്യാസവും നൽകി വളർത്താനുള്ള സാഹചര്യം നമ്മുടെ മക്കളെയും മുത്തഅല്ലിമീങ്ങളൊക്കെ നിങ്ങളിവിടെ വീഡിയോസിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. അതേപോലെ നല്ല രൂപത്തിൽ വളർത്താനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നേരത്തെ കാണിച്ച നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയിക്കുക. മലപ്പുറം ജില്ലയിലാണ് ഇത് നിലകൊള്ളുന്നത് എന്നറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിലെ വളരെ സവിശേഷമേറിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. സൂറത്തുൽ ഖദ്ർ ഓതുന്ന ആൾക്ക് ലഭിക്കുന്ന മഹത്വത്തിനെ കുറിച്ച് തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാവുന്നതാണ്. ആരെങ്കിലും സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അല്ലാഹു റമളാൻ മുഴുവനും നോമ്പ് നോൽക്കുകയും ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നുള്ളതാണ്. റമളാനിൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്താൽ. നമ്മൾ ഓരോ സൂറത്തിൻ്റെയും ആയത്തിൻ്റെയും മഹത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ ഓതണം. അപ്പോൾ അതിൻ്റെ ഫലം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാനും ചൊല്ലാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ആരെങ്കിലും സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്താൽ അയാൾക്ക് അല്ലാഹു റമളാൻ മുഴുവനും നോമ്പ് നോൽക്കുകയും ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഈ പ്രതിഫലം ലഭിക്കല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? പുതിയ അറിവാണെങ്കിൽ അത് അറിയിക്കൂ. നേരത്തെ നമ്മളിത് പല വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്താൽ റമളാനിലെ 30 ദിവസം നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, ഷാബാനിലും റജബിലൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്ത് റമളാൻ എത്തിക്കണമെന്ന് പറഞ്ഞ് റമളാൻ എത്തിയിട്ട് നമ്മൾ ആ റമളാനിൽ നോമ്പെടുക്കുകയും ലൈലത്തുൽ ഖദ്റിൽ ഹയാത്താക്കുകയും ചെയ്തതിൻ്റെ ഫലം ലഭിക്കും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സൂറത്തുൽ ഖദ്ർ ഒഴിവാക്കാതെ ഓതണ്ടേ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഖദ്ർ 100 തവണ പാരായണം ചെയ്താൽ അള്ളാഹു അവരുടെ ഖൽബിൽ ഇസ്മുൽ ആളം നിക്ഷേപിക്കും. അയാൾ എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കും. പിന്നീട് ഇസ്മുൽ ആളം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും നൽകുന്നുള്ളതാണ്. നമ്മൾ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറയുമ്പോൾ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകൾ ഇസ്മുൽ ആളമാണ്, ഇസ്മുൽ ആളമിന് അക്ഷരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായപ്പെട്ട ചില ഇസ്മുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്.
സൂറത്തുൽ ഖദർ 100 തവണ പാരായണം ചെയ്താൽ ഇസ്മുൽ അഅ്ലം അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടും. പിന്നെ എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടും എന്നുള്ളതാണ്. വെള്ളിയാഴ്ച സൂറത്തുൽ ഖദർ ആരാണോ 1000 തവണ പാരായണം ചെയ്യുന്നത്, അങ്ങനെ 1000 തവണ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് കാണാതെ അയാൾ മരണപ്പെടുകയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് നമുക്ക് ജീവിക്കാൻ സാധിച്ചില്ല. ആ ഹബീബായ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ, പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യഭൂമികകളിൽ നമുക്ക് ജീവിക്കാനോ ഒന്നും സാധിച്ചില്ല. ആശിഖീങ്ങൾ പാടിയില്ലേ, ഹബീബായ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പ്രാണിയായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞില്ലേ, മണൽത്തരിയായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞില്ലേ. ഹബീബായ തങ്ങളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമാകാൻ കൊതിച്ചിരുന്ന മണൽത്തരികൾ, പ്രാണികൾ എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനാമിൽ കാണാൻ സാധിക്കണം, സ്വപ്നത്തിൽ കാണാൻ സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. അള്ളാഹു നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സ്വലാത്തിൻ്റെ കാരണം സ്വപ്നം കാണാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചോദിക്കാൻ നമുക്ക് അവകാശമോ അധികാരമോ ഇല്ല. കണ്ണുകളെ കൊണ്ട് എത്ര ഹറാമുകൾ കണ്ടു, കാതുകളെ കൊണ്ട് എത്ര ഹറാമുകൾ കേട്ടു. ഈ കണ്ണുകളെ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. അവൻ ഓഷാരമായി നമുക്കതിനുള്ള തൗഫീഖ് നൽകിയാൽ അതൊരു വലിയ ഭാഗ്യമായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വപ്നത്തിൽ വരാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറയുന്നുണ്ട്, നിങ്ങളുടെയും ഇബ്ലീസിൻ്റെയും ഇടയിൽ ഒരു വലിയ മതിലുണ്ട്, യഅ്ജൂജ് മഅ്ജൂജുകളുടെ മതിൽ പോലെയുള്ള മതിൽ. അങ്ങനെയുള്ളൊരു മതിലുണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അതേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ മഗ്‌രിബിന് ശേഷം സുബഹിക്ക് ശേഷവും സൂറത്തുൽ ഖദർ 3 തവണ പാരായണം ചെയ്യുക. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഓതണം. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എന്നാൽ അവിടെ ഇബ്ലീസിൻ്റെയും നമ്മുടെയും ഇടയിൽ, യഅ്ജൂജ് മഅ്ജൂജുകളുടെ ഇടയിലൊക്കെ ഉള്ള ഒരു മതിൽ പോലെയുള്ള വലിയൊരു മതിലുണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും സൂറത്തുൽ ഖദർ ഒരൊറ്റ തവണ പാരായണം ചെയ്താലുള്ള പ്രതിഫലം നമ്മൾ പറഞ്ഞു, 100 തവണ പാരായണം ചെയ്താലുള്ള പ്രതിഫലം പറഞ്ഞു, 1000 തവണ പാരായണം ചെയ്താലുള്ള പ്രതിഫലം പറഞ്ഞു. ആരെങ്കിലും സൂറത്തുൽ ഖദർ ഓതിയാൽ ഓരോ ആയത്ത് ഓതുന്നതിനും ഓരോ തവണ ഇഞ്ചിയിൽ വായിക്കുന്ന പ്രതിഫലം ലഭിക്കും. അതേപോലെ തന്നെ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു വലിയ ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഗുണങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കണം. സൂറത്തുൽ ഖദറിൻ്റെ ഫലം അപാരം തന്നെ. അത് ദരിദ്രനെ ധനികനാക്കും, ദുർബലനെ കരുത്തനാക്കും, ആഫത്തുകളും രോഗങ്ങളും അകറ്റും, ഭൗതികവും പാരത്രികവുമായ ഏതാഗ്രഹങ്ങളുണ്ടോ നേടിയെടുക്കാൻ അത് കാരണമാകും. അത് ഓതുന്നവന് ആരോഗ്യവാനാകും, സുരക്ഷിതത്വം ലഭിക്കും, നിർഭയത്വം ലഭിക്കും, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എല്ലാ ഖൈറിൻ്റെ വാതായനങ്ങളും അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കപ്പെടും. അങ്ങനെയുള്ള വലിയ ഫലങ്ങളുള്ളതാണ്. ഒരു വലിയ ജ്ഞാനി പറയുന്നുണ്ട്, ഒരു സൂഫി വര്യൻ എന്താണ് പറയുന്നതെന്നറിയണോ? ഞാൻ നിനക്ക് ഇസ്മുൽ ആളം പഠിപ്പിച്ചു തരട്ടെയോ? അപ്പോൾ കൂട്ടുകാരൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ആ ജ്ഞാനി പറഞ്ഞു, നീ ഫാത്തിഹയും ഇഖ്ലാസും ആയത്തുൽ കുർസിയും സൂറത്തുൽ ഖദറും ഓതുക. പിന്നെ ഖിബ്ലക്ക് മുന്നിട്ട് നിനക്ക് ആവശ്യമുള്ളത് എന്തും അള്ളാഹുവിനോട് ചോദിക്കുക, ഉടനെ ഉത്തരം ലഭിക്കുമെന്ന് പറയുകയുണ്ടായി. ഇസ്മുൽ ആളമിൻ്റെ സിറുകൾ ഒളിപ്പിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഖദർ എന്നുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾ അവർ സ്നേഹിക്കുന്ന വ്യക്തിയുടെ തലയിൽ കൈവച്ച് സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ അയാൾക്ക് ആ സ്നേഹിതനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ലഭിക്കും എന്നുള്ളതാണ്. വുളു എടുത്ത ശേഷം സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അന്നു ജനിച്ച കുഞ്ഞിനെ പോലെ അയാൾ പാപമുക്തമായിരിക്കുന്നതാണ്. അങ്ങനെ തുടങ്ങിയ സൂറത്തുൽ ഖദറിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ പവിത്രതകളും പറഞ്ഞാൽ തീരാത്തതാണ്. സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചില സൂറത്തുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെയുള്ള സൂറത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക, ഓതുക. നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാനും ഖൈറ് ലഭിക്കാനും സന്തോഷം ലഭിക്കാനും അതൊക്കെ ഒരു കാരണമാകുന്നതാണ്.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് താഴെ കമൻറ്റുകൾ എഴുതും. നിങ്ങളതിലൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.